ഹായ് ഗൈസ്, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 4.4 സെൻറ്റ് ഒറിജിനൽ ലാൻഡ്, 2000-ഓളം സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായിരുന്ന ഈ മനോഹരമായ വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും ആലുവയിലേക്ക് 6 കിലോമീറ്റർ ദൂരവും പെരുമ്പാവൂരിലേക്ക് 7 കിലോമീറ്റർ ദൂരവും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 7 കിലോമീറ്റർ ദൂരവും വരുന്ന ഈ വീട് ആലുവയ്ക്ക് അടുത്തുള്ള മാറമ്പള്ളി എന്ന സ്ഥലത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. വീണ്ടും കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ല. ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. നല്ലൊരു മനോഹരമായൊരു ബോക്സി മോഡലിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു വില്ല പ്രൊജക്റ്റിലാണ് വീട് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു റോഡ് ഫ്രണ്ടേജായാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ആലുവ പെരുമ്പാവൂർ KSRTC മെയിൻ ഹൈവേയിൽ നിന്നും ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രം ദൂരത്തിലാണ് വീട് പണിതിരിക്കുന്നത്. വലിയൊരു ഗേറ്റ് വീടിന് അവൈലബിൾ ആണ്. ഫോൾഡിങ് ചെയ്യാവുന്ന വലിയ മനോഹരമായ ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്ന വലിയൊരു മുറ്റം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല വീണ്ടും മുൻവശത്തെ ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയൊരു സിറ്റ് ഔട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. തീർത്തും ശാസ്ത്രപരമായി തന്നെയാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്ന ഒരു അലക്ക് കല്ല് നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല കിണർ നമുക്കിവിടെ അവൈലബിൾ ആണ്. കിണർ വെള്ളം ഒരിക്കലും വറ്റാത്ത ഒരു ഏരിയയിലാണ് ഈ കിണർ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല KW കണക്ഷൻ ഇവിടെ ഓപ്ഷനാണ്. നമുക്ക് ഇനി വേണ്ടി അകത്തേക്ക് പോയാൽ നല്ല വലിപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. 3 ചെയറുകളാണുള്ള സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. വീണ്ടും മുൻവശത്തെ ഡോർ ഒരു പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പോളിഷ് എല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായൊരു ലിവിങ് സ്പേസ് ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. വലിയൊരു കോർണർ സൈഡ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ധാരാളമായി തന്നെ ലഭിക്കുന്നുണ്ട്. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 10, 12, 15 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ധാരാളമായി തന്നെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. കോമൺ വാഷ് ഏരിയ ആണ് നമ്മൾ ഈ കാണുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ലഭിക്കുന്നതിന് വേണ്ടി വലിയൊരു വിൻഡോ നൽകിയാണ് ഡൈനിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചണിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ഒരു കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ടാണ് കേട്ടോ കിച്ചണിൻ്റെ ഒരു ദർശനം വരുന്നത്. മാത്രമല്ല കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. അതിന് നല്ല സൗകര്യത്തോടു കൂടിയാണ് ഈ കിച്ചണുകൾ ഒരുക്കിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ 4 ബെഡ്റൂമുകളാണ് കേട്ടോ ഈ വീടിന് ടോട്ടലായി അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 13 അടി നീളവും 10 അടി വീതിയുമായാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. കബോർഡ് വർക്കുകൾ അവൈലബിൾ ആണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മാത്രമല്ല മാറ്റ് ഫിനിഷ് ടൈൽസ് ഫ്ലോറിങ്ങിനായും നൽകിയിരിക്കുന്നത്. ഒരു വെറ്റ് ആൻഡ് ഡ്രൈ ആയിട്ട് തിരിച്ച് തന്നെയാണ് അത് നൽകിയിരിക്കുന്നത്. വാഷ് ബേസിനെല്ലാം നൽകിയിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് കേട്ടോ നൽകിയിരിക്കുന്നത്. അതിൽ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഡോറുകളെല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വുഡൻ വർക്കുകളെല്ലാം ആഞ്ഞിലി മരത്തിലാണ് കേട്ടോ നൽകിയിരിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാൻ നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് കേട്ടോ ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായ ബാത്റൂം നല്ല സ്പേഷ്യസ് ആയി തന്നെ നിർമ്മിച്ചിരിക്കുന്നു. മനോഹരമായ രീതിയിൽ തന്നെ വാൾ ടൈൽസുമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ആലുവ ഭാഗത്തേക്കായാലും പെരുമ്പാവൂർ ഭാഗത്തേക്കായാലും എയർപോർട്ട് സൈഡിലേക്കായാലും എയർപോർട്ടിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു 6-7 മിനിറ്റ് കൊണ്ട് എയർപോർട്ട് എത്തിച്ചേരാവുന്ന ഒരു ദൂരത്തിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയാൽ നമുക്ക് ഇവിടുത്തെ സ്പേഷ്യസ് ആയ ഒരു ലിവിങ് സ്പേസ് ആണ്. ഫസ്റ്റ് ഫ്ലോർ ലിവിങ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായ ലിവിങ് സ്പേസ്, നല്ല ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങൾ നൽകി തന്നെയാണ് ഈ ഫസ്റ്റ് ഫ്ലോർ ലിവിങ് ഒരുക്കിയിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്.
2 ബെഡ്റൂമുകളിൽ ഫസ്റ്റ് ബെഡ്റൂം നമുക്കൊന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറിനായി വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല വലിപ്പത്തിലുള്ള 3 പാളികളുള്ള ഒരു വിൻഡോ ഇവിടെ അവൈലബിൾ ആണ്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 12 അടി വീതിയും ഒരു 13-14 അടി നീളവുമായാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം ഇവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് വാൾ ടൈൽസും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വെന്റിലേഷൻ സൗകര്യങ്ങളും ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്കിവിടെ നൽകിയിരിക്കുന്നു. ഇനി നമുക്കിവിടുത്തെ 4th ബെഡ്റൂമിലേക്ക് പോകാം. 4th ബെഡ്റൂമിലേക്ക് പോയാൽ ഈ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയി തന്നെ നല്ല സൗകര്യത്തോടു കൂടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷിലാണ് ഇത് നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം നമുക്കിവിടെ അവൈലബിൾ ആണ്. 4.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന ഈ വീട് ആലുവ പെരുമ്പാവൂർ KSRTC മെയിൻ ഹൈവേയിൽ നിന്നും ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രം ദൂരത്തായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ വീടിന് ചോദിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. ഈ വീട് പർച്ചേസ് ചെയ്യാൻ എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു സൈഡിലായി വലിയൊരു യൂട്ടിലിറ്റി സ്പേസ് അവൈലബിൾ ആണ്. ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് എല്ലാം ഇവിടെ നിന്നാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഒരു വലിയൊരു ബാൽക്കണി കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിന് ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കാൻ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. മാത്രമല്ല ഈ വീട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് നൽകാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീണ്ടും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.